പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ട സെല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാട്ടറിന്റെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. നമ്മളത് പറഞ്ഞിരിക്കുന്നത് പ്ലാസ്മോലൈസിസ് എന്നായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോസസ് നടത്താൻ ചെടികൾക്ക് വെള്ളം ലഭിക്കുന്നത്. നമ്മളതിന് പറയുന്നത് വാട്ടർ അബ്സോർപ്ഷൻ എന്നാണ്. വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചെടികളുടെ ഒരു ഫംഗ്ഷൻ ആണ്. എന്തൊക്കെയാണ് ചെടികളിൽ വെള്ളം വലിച്ചെടുക്കുമ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ? നമുക്കറിയാം, ഒരു നോർമൽ പ്ലാന്റ് വളരുന്നത് ഭൂമിയിലാണ്. ഭൂമിയിൽ മഴ പെയ്യുന്ന സമയത്തും അല്ലാതെയും അണ്ടർഗ്രൗണ്ട് വാട്ടർ ഈ ചെടികൾക്ക് വലിച്ചെടുക്കാനുള്ള റൂട്ട് സിസ്റ്റം ഉണ്ട്. സാധാരണ ഒരു ചെടിയുടെ റൂട്ട് സിസ്റ്റം ജലവുമായി ഇത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ജലം വലിച്ചെടുക്കാൻ ചെടികൾക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ അതിന് പറയുന്നത് റൂട്ട് സിസ്റ്റം ആണ്. സോ പ്ലാന്റ്സ് ഹാസ് എ കപ്പാസിറ്റി ടു അബ്സോർബ് വാട്ടർ ഫ്രം ദ സോയിൽ ബൈ ദി ഹെൽപ്പ് ഓഫ് പെർട്ടിക്കുലർ റൂട്ട് സിസ്റ്റം. അത് നോർമൽ ഒരു മോണോകോട്ട് പ്ലാന്റിലാണെങ്കിൽ നമുക്കറിയാം ഒരു ഫൈബ്രസ് റൂട്ട് ആയിരിക്കും. അതേസമയം നമുക്കറിയാം അതൊരു ഡൈക്കോട്ട് പ്ലാന്റിലാണെങ്കിൽ അതൊരു ഇലാബറേറ്റ് ആയിട്ടുള്ള ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ഇനി എന്ത് തന്നെയാണെങ്കിലും ജലം വലിച്ചെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ പ്ലാന്റിലുണ്ട് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, നിങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ നടക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ റൂട്ട് ഉണ്ട്. റൂട്ടിൽ നിന്ന് റൂട്ട് ഹെയർ അല്ലെങ്കിൽ ചെടികളുടെ റൂട്ട് ഹെയർ വഴി വെള്ളം വലിച്ചെടുക്കുകയും അത് പലതരത്തിലുള്ള ടിഷ്യൂസിലൂടെയും വന്ന് സ്റ്റെം വഴി പ്ലാന്റിന്റെ ലീഫിലോട്ട് വരുന്നു. ലീഫിൽ നിന്ന് അത് വീണ്ടും ട്രാൻസ്പിറേഷൻ വഴി പുറത്തോട്ട് പോകുന്നു. ഇതാണ് നോർമലി ഒരു വാട്ടർ റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയേണ്ടതുണ്ട്. ആമുഖമായിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ വാട്ടർ വലിച്ചെടുക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നടക്കുന്നത്? റൂട്ട് ഈസ് ദ മേജർ അബ്സോർപ്ഷൻ ഓർഗൻ എക്സെപ്റ്റ് ഹൈഡ്രോഫൈറ്റ്സ്. അല്ലെ, വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് റൂട്ടാണ്. ജലം വലിച്ചെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് റൂട്ടാണ്. ഓക്കെ, എക്സെപ്റ്റ് ഹൈഡ്രോഫൈറ്റ്സ്. ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദോസ് പ്ലാന്റ് വിച്ച് ആർ ഗ്രോയിങ് ഓൾവേസ് ഇൻ ദി വാട്ടർ. അല്ലെ, ബാക്കി എല്ലാ ചെടികൾക്കും വെള്ളം വലിച്ചെടുക്കാനുള്ള പ്രധാനപ്പെട്ട സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ റൂട്ടാണ്. The zone of maximum water absorption is about 20 folds. Is located about 20 to 200 millimeter from the root tip. അപ്പോൾ പലപ്പോഴും റൂട്ട് ടിപ്പുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു അളവിലാണ് പ്രധാനമായിട്ടും വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു സ്ട്രക്ചർ പ്ലാന്റിന്റെ റൂട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ദിസ് റീജിയൻ ഈസ് ഫുൾ ഓഫ് റൂട്ട് ഹെയർസ്. നമുക്കറിയാം ഈ റീജിയൻ മുഴുവനായിട്ടും റൂട്ട് ഹെയറുകൾ ഉണ്ടാവും. അല്ലെ, വളരെ പ്രധാനപ്പെട്ട റൂട്ട് ഹെയർ സിസ്റ്റം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലെങ്ത് ഓഫ് ദ റൂട്ട് ഹെയർ ഈസ് 0.1 millimeter to 10 millimeter. അത്ര വരെ റൂട്ട് ഹെയറിന്, റൂട്ടും കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഓഫ് റൂട്ട് ഹെയർ ഈസ് 2500 hairs per centimeter. സാധാരണ ഇതിന്റെ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് 2500 hairs ആയിരിക്കും. ഒരു പെർ സ്ക്വയർ മീറ്റർ പെർ സെന്റിമീറ്റർ സ്ക്വയറിലുള്ളത് ഇത്രയും വാട്ടർ, ഇത്രയും റൂട്ട് ഹെയർസ് ആയിരിക്കും. റൂട്ട് ഹെയർസ് ആർ യൂണിസെല്ലുലാർ വൈൽ ഹെയർസ് ഓഫ് സ്റ്റെം ഓർ ലീഫ് ആർ മൾട്ടിസെല്ലുലാർ. റൂട്ട് ഹെയറുകൾ എപ്പോഴും യൂണിസെല്ലുലാർ ആയിരിക്കും. ഒറ്റ സെല്ല് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. ബട്ട് ദ റൈസോം കാരിയസ് അഡ്വന്റിഷ്യസ് റൂട്ട് വിത്തൗട്ട് ഹെയർസ്. ചില സമയത്ത് റൈസോമില് ഒരുപക്ഷെ അഡ്വന്റിഷ്യസ് റൂട്ട് ഉണ്ടാവും, ബട്ട് ദർ ഇസ് നോ റൂട്ട് ഹെയർസ്. പ്ലാന്റിംഗ് ഗ്രോയിങ് ഇൻ സൊല്യൂഷൻ കൾച്ചർ ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ലാക്ക് റൂട്ട് ഹെയർ. പലപ്പോഴും ചില ചെടികൾ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്ന സൊല്യൂഷനിൽ വളർത്തുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ടിഷ്യൂ കൾച്ചർ വഴി, ഹൈഡ്രോപോണിക്സ് കൾച്ചർ വഴിയൊക്കെ ചെയ്യുമ്പോൾ അവിടെ പലപ്പോഴും ഹെയറുകൾ ഉണ്ടാവില്ല. ബിക്കോസ് അതിന് ആവശ്യമില്ല എന്നുള്ളത്. എപ്പോഴും അത് റൂട്ട് തന്നെ ഇമ്മേഴ്സ്ഡ് ആയിരിക്കും വെള്ളത്തിൽ. The older part of the roots are suberized and no longer are absorbing. Older part of the root, പലപ്പോഴും ഒരു റൂട്ടിന്റെ ഒരു വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായം കൂടിയ ഭാഗം അല്ലെങ്കിൽ കുറെ മുമ്പേ ഉണ്ടായിരിക്കുന്ന ഭാഗത്ത് നന്നായിട്ട് സൂബറൈസ്ഡ് ആയിരിക്കും. സൂബറിങ് കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് നേരം വെള്ളം വലിച്ചെടുക്കാൻ പ്രായോഗികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് റൂട്ട് ഹെയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് വെള്ളം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് വെള്ളം പ്ലാന്റിലോട്ട് വലിച്ചെടുക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഇതാണ് റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആക്ച്വലി ദ റൂട്ട് ഹെയർ. ഈ റൂട്ട് ഹെയറുകൾ വഴിയാണ് സാധാരണ വെള്ളം ഉള്ളിലോട്ട് വലിച്ചെടുക്കപ്പെടുന്നത്.
ഇതിൽ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ വാട്ടർ അബ്സോർബ് ബൈ പ്ലാന്റ്സ് കം ഇൻ ത്രൂ റൂട്ട് ഹെയർ. മോസ്റ്റ് ഓഫ് ദ വാട്ടർ അബ്സോർബ് ബൈ ദ പ്ലാന്റ് കം ഇൻ ദ റൂട്ട് ഹെയർ, കളക്റ്റീവ്ലി പ്രൊവൈഡഡ് ഇനോമസ് സർഫസ് ഏരിയ. അപ്പൊ നന്നായിട്ട് സർഫസ് ഏരിയ കൊടുക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള റൂട്ട് ഹെയർസ് ഉണ്ടാവുമ്പോൾ. ഓൾമോസ്റ്റ് ആൾവേസ് ടർജിഡ് ബിക്കം ബിക്കോസ് ദെയർ വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സോയിൽ. എപ്പോഴും റൂട്ട് ഹെയറിന്റെ ഭാഗം എപ്പോഴും എന്തായിരിക്കും? ടർജിഡ് ആയിരിക്കും, വെള്ളം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. 3 ട്രാൻസ്പോർട്ട് റൂട്ട് എക്സിസ്റ്റ് ത്രൂ ദ സെൽസ്. വളരെ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് റൂട്ടുകൾ സിസ്റ്റം എപ്പോഴും സെല്ലിന്റെ ഉള്ളിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട 3 പാത്വേ ആയിട്ട് നമുക്ക് പറയാം. They are called apoplastic pathway, symplastic pathway and trasmembrane pathway. ഇതാണ് പ്ലാന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പാത്വേകളായിട്ട് കാണിക്കുന്നത്. ഇത് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ട്രക്ചറും വെള്ളവുമായി വളരെ അധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ റൂട്ട് ഹെയറിനെ കാണിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട ചില പോർഷൻസ് കാണാൻ പറ്റും. ഇത് റൂട്ടിന്റെ ഒരു സ്ട്രക്ചറാണ്. ഇതാണ് റൂട്ട് ഹെയർ. ഈ റൂട്ട് ഹെയർ വഴി വെള്ളം ഉള്ളിലോട്ട് പോകുന്ന സ്ട്രക്ചറാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത് എപ്പിഡെർമിസ് ആണ്, റൂട്ടിന്റെ എപ്പിഡെർമിസ്. ഇത് റൂട്ടിന്റെ കോർട്ടിക്കൽ റീജിയൻ, വാസ്കുലർ ബണ്ട് റീജിയൻ ഒക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയുന്നതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാത്വേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ദിസ് പാത്വേ ഈസ് കോൾഡ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ. ഇതാണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത്. എന്താണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് നമുക്ക് പറയാം. ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ത്രൂ ദ സെൽ വാൾ ഓഫ് ദ സെൽ. സെൽ വാൾ വഴി, സെൽ വാളിലൂടെ മാത്രം പോയി അവസാനം വാസ്കുലർ ബണ്ടിലോട്ട് എത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത്. ഇന്റർ കണക്റ്റഡ് സെൽ വാൾ സ്പേസ്, സെൽ വാളിന്റെ സ്പേസിലൂടെ മാത്രം വെള്ളം ഉള്ളിലോട്ട് പോകുന്നു. ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് കോൾഡ് സിംപ്ലാസ്റ്റിക് പാത്വേ. എന്താണ് സിംപ്ലാസ്റ്റിക് പാത്വേ? വാട്ടർ ട്രാൻസ്പോർട്ട് ത്രൂ എൻ ഇമ്പോർട്ടന്റ് മെക്കാനിസം. എന്താണ് ആ മെക്കാനിസം? വളരെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാ പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ്. പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത് ഇതാണ്. യു ക്യാൻ സീ ഹിയർ ദ പ്ലാസ്മോഡെസ്മാറ്റ. ഇതാണ് പ്ലാസ്മോഡ്. ഈ ഗ്യാപ്പിലൂടെ മാത്രം വെള്ളം ഉള്ളിലോട്ട് പോകുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സിംപ്ലാസ്റ്റിക് പാത്വേ. നൗ ദിസ് ഇസ് ആക്ച്വലി ദ പാത്വേ. കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒന്നുകൂടി ഞാൻ പറയുന്നതാണ്. സിംപ്ലാസ്റ്റിക് പാത്വേ, യു ക്യാൻ സീ വാട്ടർ ഈസ് ട്രാൻസ്പോർട്ട് ത്രൂ ദ പ്ലാസ്മോഡെസ്മാറ്റ. അപ്പോപ്ലാസ്റ്റിക് പാത്വേ, വാട്ടർ ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ സെൽ വാൾ. ഇങ്ങനെ കുറച്ച് വെള്ളം എപ്പോഴും പ്ലാന്റിന്റെ ഉള്ളിലോട്ട് പോകുന്നു. അങ്ങനെ വളരെ ബേസിക് ആയിട്ട് വെള്ളം ഉള്ളിലോട്ട് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംപ്ലാസ്റ്റിക് ആൻഡ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതാണ് സിംപ്ലാസ്റ്റിക് പാത്വേയും അപ്പോപ്ലാസ്റ്റിക് പാത്വേയും. ട്രാൻസ്മെംബ്രെയിൻ പാത്വേ വേറൊരു പാത്വേ. ദാറ്റ് ഈസ് മെംബ്രെയിൻ വഴി, പ്ലാസ്മ മെംബ്രെയിൻ വഴി ചില സമയത്ത് വെള്ളം ഉള്ളിലോട്ട് കടന്നു പോകും. അങ്ങനെ പ്ലാസ്മ മെംബ്രെയിൻ വഴി വെള്ളം ഉള്ളിലോട്ട് കടന്നു പോകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ട്രാൻസ്മെംബ്രെയിൻ പാത്വേ എന്ന് പറയും. അപ്പൊ എന്താണ് ട്രാൻസ്മെംബ്രെയിൻ പാത്വേ? ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ മൂവ് ത്രൂ ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിലൂടെ വെള്ളം കടന്നു പോകുന്നു. This movement of water is called transmembrane pathway. The water may also cross through tonoplast surrounding the vacuole. ഇങ്ങനെ പ്ലാസ്മ മെംബ്രെയിൻ വഴി മാത്രം വെള്ളം ഉള്ളിലോട്ട് കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട പ്രക്രിയക്ക് പറയുന്ന പേരാണ് ട്രാൻസ്മെംബ്രെയിൻ പാത്വേ. ഇപ്പൊ ഞാൻ തൊട്ടുമുമ്പ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട 3 പ്രധാനപ്പെട്ട മെക്കാനിസം. അതിന്റെ ഒരു സ്ട്രക്ചറൽ ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. റൂട്ട് വഴി കടന്നു പോകുന്ന വെള്ളം പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏത് വഴിയാണ് ഞാൻ പറഞ്ഞു. There are 3 important mechanisms. They are called apoplastic pathway, symplastic pathway and transmembrane pathway. എന്താണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ? നോക്കൂ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോൺ ലിവിംഗ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി, ദാറ്റ് ഈസ് സെൽ വാൾ ആൻഡ് ഇന്റർസെല്ലുലാർ സ്പേസ്. സെൽ വാളും ഇന്റർസെല്ലുലാർ സ്പേസും വഴി വെള്ളം ഉള്ളിലോട്ട് കടന്നു പോകുന്ന പ്രക്രിയക്ക് പറഞ്ഞ പേരാണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ. എന്നാൽ സിംപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലിവിംഗ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി, ദാറ്റ് ഈസ് പ്രോട്ടോപ്ലാസ്റ്റ് കണക്റ്റഡ് ബൈ പ്ലാസ്മോഡെസ്മാറ്റ. പ്ലാസ്മോഡെസ്മാറ്റ വഴി വെള്ളം കടന്നു പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സിംപ്ലാസ്റ്റിക് പാത്വേ. നോക്കൂ നിങ്ങൾ, ദിസ് ഈസ് ആക്ച്വലി ദ സിംപ്ലാസ്റ്റിക് പാത്വേ. നൗ another important point regarding the apoplastic pathway. നോക്കൂ നിങ്ങൾ, there is little resistance in the movement of water. പലപ്പോഴും ഒരു ചെറിയ റെസിസ്റ്റൻസ് ഇവിടെ കാണാൻ പറ്റും. ബട്ട് ഇൻ സിംപ്ലാസ്റ്റ് സം റെസിസ്റ്റൻസ് occurs in the movement water through സിംപ്ലാസ്റ്റ്. അവിടെയും ചില റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഫാസ്റ്റർ. അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റർ ആയിട്ട് പ്ലാന്റിനുള്ളിലോട്ട് വെള്ളം പോകുന്നതാണ്. എന്നാൽ സിംപ്ലാസ്റ്റിക് പാത്വേയോ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സ്ലോവർ. Then metabolic state of root does not affect protoplastic pathway. ഒരിക്കലും മെറ്റബോളിക് സ്റ്റേറ്റുകൾ ഒരിക്കലും ഈ പറയുന്ന വെള്ളത്തിന്റെ ട്രാൻസ്പോർട്ടിനെ ബാധിക്കാറേ ഇല്ല.
മെറ്റബോളിക് സ്റ്റേറ്റ് ഓഫ് റൂട്ട് ഡയറക്ട്ലി അഫക്ട് സിംപ്ലാസ്റ്റിക് പാത്വേ. അതേസമയം മെറ്റബോളിക് സ്റ്റേറ്റ് എപ്പോഴും ബാധിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത്. നൗ എന്താണ് ട്രാൻസ്മെംബ്രെയിൻ പാത്വേ? വാട്ടർ മൂവ് ത്രൂ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിലൂടെ, പ്ലാസ്മ മെംബ്രെയിനിലൂടെ വെള്ളം കടന്നു പോകാൻ അതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്മെംബ്രെയിൻ പാത്വേ എന്ന് പറയുന്നത്. ദിസ് മൂവ്മെന്റ്, നോക്കൂ, ദിസ് മൂവ്മെന്റ് of water is called transmembrane pathway. The water may also cross through tonoplast surrounding the vacuole. ടോണോപ്ലാസ്റ്റിലൂടെയാണ് സാധാരണ വെള്ളം കടന്നു പോകുന്നത്. ടോണോപ്ലാസ്റ്റ് സ്പെല്ലിംഗ് നോക്കണം, TONOPLAST എന്നാണ്. സോ വാട്ട് ഈസ് ടോണോപ്ലാസ്റ്റിക് പാത്വേ? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് വാക്യൂളിന്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട പാർട്ടാണ്. വാക്യൂളിന്റെ മെമ്പറൈൻ നമ്മൾ പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. സോ വാട്ട് ഈസ് ട്രാൻസ്മെംബ്രെയിൻ പാത്വേ? ഓക്കെ, ട്രാൻസ്മെംബ്രെയിൻ എന്താണ്, അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്താണ്, അതേപോലെ സിംപ്ലാസ്റ്റിക് പാത്വേ എന്താണ്? ക്ലിയർ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് വെള്ളം പ്ലാന്റിലോട്ട് എത്തുന്നത് വളരെ പ്രധാനമായിട്ടും 3 സിംപ്ലസ്റ്റ് പ്രോസസ് വഴിയാണ്. വളരെ വലിയ തലത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഒരുപാട് പണി ഇനിയും എടുക്കാനുണ്ട്. ബട്ട് ഫോർ ദ ടൈം ബീയിങ് വി ക്യാൻ സേ ദാറ്റ് there are 3 simple pathway regarding the water absorption. വെള്ളം ചെടികളിലേക്ക് എത്താൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 പാത്വേകളുണ്ട്. അതിലൊരു പാത്വേ ആണ് അപ്പോപ്ലാസ്റ്റിക് പാത്വേ. അപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറഞ്ഞാൽ ജലം, മണ്ണിലുള്ള ജലത്തിനെ ചെടികളുടെ റൂട്ട് ഹെയറുകൾ വഴി വലിച്ചെടുത്തിട്ട് സെൽവാളിന്റെ മുകളിലൂടെ, റൂട്ടിന്റെ ഉള്ളിലുള്ള സെൽ സ്ട്രക്ചറിന്റെ ഉള്ളിലെ സെൽവാളിന്റെ ഉള്ളിലൂടെ എങ്ങോട്ടെത്തുന്നു? വാസ്കുലാർ ബണ്ടിലോട്ട് എത്തുന്ന പ്രവണതയുടെ പ്രോസസ്സിന്റെ പേരാണ് കേട്ടോ അപ്പോപ്ലാസ്റ്റിക് പാത്വേ. എന്നാൽ സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറഞ്ഞാലോ? സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സിംപ്ലാസ്റ്റിക് പാത്വേ? സിംപ്ലാസ്റ്റിക് പാത്വേ ഈസ് നത്തിങ് ബട്ട് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ത്രൂ പ്ലാസ്മോഡെസ്മാറ്റ. ഇനി എന്താണ് ട്രാൻസ്മെംബ്രെയിൻ പാത്വേ? ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ത്രൂ the plasma membrane. So these are the simplest method of water transport that is taking place in the plant. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം differentiate apoplastic and symplastic pathway. You can see what is apoplastic pathway and what is symplastic pathway. Clear? Now നമുക്കറിയാം, നിങ്ങൾ സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് റൂട്ടിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് റോളുകളുണ്ട് ചെടികളിൽ, അല്ലെ? അബ്സോർപ്ഷൻ ഓഫ് ബൈ റൂട്ട്. ഇപ്പൊ വെള്ളം നമുക്കറിയാം എങ്ങനെയാ കടന്നു പോകുന്നത്. റൂട്ടിന് വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട റോളുകൾ? നമുക്ക് കാണാം. ഫിക്സേഷൻ ഓഫ് ദ പ്ലാന്റ്, പ്ലാന്റിനെ മണ്ണിന്റെ അടിയിൽ നിലനിർത്തുന്നത് ഈ പറയുന്ന റൂട്ടാണ്. ദെൻ അബ്സോർബ്സ് വാട്ടർ ആൻഡ് മിനറൽ ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ, അല്ലെ? മിനറലും അതേപോലെ തന്നെ മറ്റുള്ള ന്യൂട്രിയൻസും ഒക്കെ വലിച്ചെടുക്കുന്നത് റൂട്ടാണ്. ദെൻ കണ്ടക്ഷൻ ഓഫ് അബ്സോർബ്ഡ് വാട്ടർ ആൻഡ് മിനറൽ, മുകളിലോട്ട് വെള്ളത്തിനെ വലിച്ചു കൊണ്ടുപോകുന്നത് ഈ പറയുന്ന റൂട്ടാണ്. ന്യൂട്രിയൻ ടു ദ അപ്പർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്, പ്ലാന്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് വരെ ഇതിനെത്തിക്കുന്നത്, വളരെ പ്രധാനമായിട്ടുള്ള റോൾ നിർവഹിക്കുന്നതൊക്കെ റൂട്ടാണ്. സോ റൂട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്ട്രക്ചർ ബൈ വിച്ച് ദേ ആർ ഡൂയിങ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ പറയുന്ന റൂട്ട് വലിച്ചെടുക്കുന്ന വെള്ളത്തിനും അതേപോലെ തന്നെ ചെടികൾക്കും വളരെ പ്രധാനമായി നമ്മൾ കാണപ്പെടുന്ന ഫങ്ഷൻസ്? ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ആണ്, മറ്റൊന്ന് ഫോട്ടോസിന്തസിസ് ആണ്, മറ്റൊന്ന് ട്രാൻസ്പിരേഷൻ ആണ്, മെക്കാനിക്കൽ ഫംഗ്ഷൻ ആണ്. ഈ എല്ലാ ഫംഗ്ഷനിലും വെള്ളം വളരെ പ്രധാനമായിട്ടും റോൾ നിർവഹിക്കുന്നു. എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ മുകളിലോട്ട് എത്തിക്കുന്നു. വാട്ടർ കോസസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സബ്സ്റ്റൻസ് സച്ച് ആസ് മിനറൽസ് ആൻഡ് ഷുഗേഴ്സ്. ഓക്കെ, ദസ് ട്രാൻസ്പോർട്ടേഷൻ മേ ബി അപ്വേർഡ് ഫ്രം റൂട്ട് ഓർ ഡൗൺവേർഡ്സ് ഫ്രം ദ ലീഫ്. വെള്ളം എപ്പോഴും മുകളിലോട്ട് പോകുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ മിനറൽസിനെയും മുകളിലോട്ട് കൊണ്ടുപോകുന്നു. മറ്റൊന്ന് ഫോട്ടോസിന്തസിസ്, റോ മെറ്റീരിയൽ ഫോർ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ്, അല്ലെ? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് വെള്ളത്തിനാണ്, അല്ലെ? വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ഹരിതകണത്തിന്റെ പ്രസൻസിലാണ് ഈ പറയുന്ന ചെടികളിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഫോട്ടോസിന്തസിന് വെള്ളം അത്യാവശ്യമാണ്. ദെൻ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഉള്ളത് കൊണ്ടാണ് എപ്പോഴും വെള്ളം മുകളിലോട്ട് വലിച്ചെടുക്കുന്നത്. പ്ലാന്റിന്റെ മുകളിൽ ഒരു തണുപ്പുണ്ടാകുന്ന ട്രാൻസ്പിരേഷൻ ഉള്ളത് കൊണ്ടാണ്. ദെൻ what is transpiration? Large amount of water is passed out as vapor during transpiration. Mechanical function, എന്താണ് മെക്കാനിക്കൽ ഫംഗ്ഷൻ? വാട്ടർ പ്രൊവൈഡ് ടെർജിഡിറ്റി ആൻഡ് സ്റ്റിഫ്നെസ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ. വെള്ളത്തിന് നന്നായിട്ട് ടെർജിഡിറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മുഖം, നമ്മുടെ കൈ അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഇലകൾ ഇങ്ങനെ തുടുത്തു നിൽക്കുന്നതിന്റെ കാരണം ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് വാട്ടർ. നമ്മളോട് എപ്പോഴും ഒരു ദിവസം 20 ഗ്ലാസ് അതല്ലെങ്കിൽ ഒരു 2 liters ഓഫ് വാട്ടർ നമ്മളോട് കഴിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വെള്ളത്തിന്റെ പ്രസൻസിലാണ് നമുക്ക് എല്ലാവിധ ആക്ടിവിറ്റീസും നടക്കുന്നത്. ലൈക്ക് വൈസ് വി ക്യാൻ സേ ദാറ്റ് പ്ലാന്റും എപ്പോഴും വെള്ളത്തിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വെള്ളമുള്ളത് കൊണ്ട് മാത്രമാണ് ചെടികളുടെ എല്ലാ തരത്തിലുള്ള മെറ്റബോളിക് പ്രോസസ്സും നടക്കുന്നത്. ഈ പറയുന്ന ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ 3 പ്രധാനപ്പെട്ട പ്രോസസ് വഴിയാണ് ചെടികളിൽ ബേസിക് ആയിട്ട് വെള്ളം എത്തുന്നത്. ബാക്കിയുള്ള പ്രോസസ്സിനൊക്കെ വെള്ളം എത്തിക്കണമെങ്കിൽ വലിയ തരത്തിലുള്ള
പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഏതൊക്കെയാണ് ആ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.